നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് ഔറത്ത് മറക്കലെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് നമുക്ക് നടത്താനുള്ളത്. സത്തുറുൽ ഔറത്ത് ഷർത്തും മിൻ ശുറൂത്തി സ്വലാഹ്. ഔറത്ത് മറക്കുക എന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ്. വലൗ ഫിൽ ഖൽവത്തി ഔ ഫിൽ ദുൽമത്തി. ഔറത്ത് മറക്കുക എന്നത് ഇരുട്ടുള്ള സ്ഥലത്തിലാണെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തിലാണെങ്കിലും നിർബന്ധമാണ്. ആളില്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ എന്തിനാ ഔറത്ത് മറക്കുന്നു? ഔറത്ത് മറച്ചാലും മറച്ചില്ലെങ്കിലും പടച്ചോൻ കാണുമല്ലോ. പിന്നെന്തിനാ ഇപ്പോൾ ആളില്ലാത്ത സ്ഥലത്ത് ഇരുട്ടുള്ള സ്ഥലത്ത് ഔറത്ത് മറക്കണമെന്ന് നിരീശ്വരവാദി ചോദിക്കുകയുണ്ടായി. എന്താ മറുപടി? ആളില്ലാത്ത സ്ഥലത്ത് മറക്കുന്നത് അല്ലെങ്കിൽ ഇരുട്ടുള്ള സ്ഥലത്ത് മറക്കുന്നത് മറച്ചത് അല്ലാഹു തആല കാണാൻ വേണ്ടിയാണ്. മറച്ച അവസ്ഥയിൽ അല്ലാഹു കാണണം, അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഔറത്ത് മറക്കുന്നത്. മറച്ചാലും മറച്ചില്ലെങ്കിലും അല്ലാഹു കാണട്ടെ, കാണാതിരിക്കട്ടെ. അടിമയെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മറക്കണം, അത് അല്ലാഹു കാണണം. അപ്പോൾ ആളുള്ള സ്ഥലത്തായാലും ആളില്ലാത്ത സ്ഥലത്തായാലും ഇരുട്ടുള്ള സ്ഥലത്തായാലും ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. വതജിബു സത്റുഹാ ഖാരിജ സ്വലാത്തി അയ്ലൻ. നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിലും ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. എന്നാൽ വയജൂസു കശ്ഫുഹാ ഫിൽ ഖൽവാ. ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഔറത്തിനെ വെളിവാക്കൽ അനുവദനീയമാകും. ലി അദ്ന ഗറദിൻ. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ മതി. ഒരാളുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും കാണൂല എന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഔറത്തിനെ വെളിവാക്കാവുന്നതാണ്. നല്ല ചൂടാണ്, ശക്തമായ ചൂട്, കരണ്ടും പോയി, ഫാനും ഇല്ല, പിന്നുള്ള അവസ്ഥ അറിയാലോ. അപ്പോൾ നമ്മുടെ ഔറത്ത് വേറെ ഒരാളും കാണാനില്ല എങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഔറത്ത് ഇച്ചിരി കാറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ ഔറത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാൽ ഔറത്ത് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു യാത്ര പോവുകയാണ്, നമ്മൾ കാസർഗോഡ് പോവുക, കോഴിക്കോട് രാത്രി സ്റ്റേ ചെയ്യാണ്, നമ്മളടുത്ത് വേറെ ഡ്രസ്സൊന്നുമില്ല. നാളെ VIP ആയിട്ട് നമ്മൾ സൈറ്റിൽ ഇറങ്ങാനുള്ള ആളാണ്. ഇന്ന് രാത്രി പോയി ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? പിറ്റേ ദിവസം പോകുമ്പോൾ പിച്ചക്കാരനെ പോലെ ഉണ്ടാവും. അപ്പോൾ ഡ്രസ്സൊക്കെ നല്ല മട്ടം പോലെ ഒതുക്കി മടക്കി അവിടെ വെച്ച് രാത്രി കിടന്നുറങ്ങി രാവിലെ വേണമെങ്കിൽ നമുക്ക് അതെടുത്തങ്ങ് പോവാം. അതൊരാവശ്യമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരാവശ്യം ഉണ്ടെങ്കിൽ ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഔറത്ത് ഒഴിവാക്കാവുന്നതാണ് എന്ന് ഫുഖഹാവ് പറയുന്നു. അതിന് ഉദാഹരണം പറയുന്നു നോക്കൂ. കതബ്രീദിൻ, ശരീരത്തെ തണുപ്പിക്കും പോലെ, വഗ്തിസാലിൻ, കുളിക്കും പോലെ. ഔറത്ത് മറച്ചു കുളിക്കലാണ് നല്ലത്, ഔറത്ത് മറച്ചുകൊണ്ട് ഇരിക്കലാണ് എപ്പോഴും നല്ലത്. എങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഔറത്ത് ഒഴിവാക്കാവുന്നതാണ്. സിയാനത്തി സൗബിൻ മിനദ് ദനസി, ഇതുപോലെ അഴുക്കിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുക. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഔറത്തിനെ വെളിവാക്കൽ അനുവദനീയമാണ്. വേറെ ആരും കാണാനില്ലല്ലോ, അതുകൊണ്ട്. വയഹ്റുമു നദറു ഔറത്തി ഗൈരിഹി, വേറെ ഒരാളുടെ ഔറത്ത് നോക്കൽ ഹറാമാണ്. മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണ്. തേനോലി പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു കേരളത്തിൽ, മലബാറിൽ, ഒരു വലിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു വടിയും കൊണ്ട് നടക്കും. ഈ തുണി മടക്കുത്തിയ ആൾക്കാരുണ്ടാവില്ല, എന്താ ഇവിടെ പറയല്, മടക്കി കുത്തുക. അത് കണ്ടാൽ ആ ആളുകളെ മുട്ടൊക്കെ ആളടിക്കും. എടാ ഔറത്ത് കാണിക്കില്ല, ഔറത്ത് കാണിക്കില്ല, ഹറാമാണ് ഹറാമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്യൊരാളുടെ ഔറത്തിലേക്ക് നോക്കുക എന്നത് അത് ഹറാമാണ്. എന്നാൽ വയുക്റഹു നദറുഹാ മിൻ നഫ്സിഹി മിൻ ഗൈരി ഹാജ ഫീ ഗൈരി സ്വലാ,
നിസ്കാരമല്ലാത്ത ഘട്ടത്തിൽ സ്വന്തം ഔറത്തിലേക്ക് നോക്കൽ കറാഹത്താണ്. ആവശ്യമില്ലെങ്കിൽ, നമ്മൾ ഔറത്താണ് എങ്കിലും ഒരാവശ്യമില്ല, വെറുതെ അത് തുറന്നു വെച്ച് കാണുക, അത് കറാഹത്താണ്. വേറെ ഒരാളുടെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. സ്വന്തം ഔറത്തിലേക്ക് നോക്കൽ കറാഹത്താണ്. ഇത് നിസ്കാരം അല്ലാത്തപ്പോ നിസ്കാരത്തിലാണ് സ്വന്തം ഔറത്ത് കാണുന്നതെങ്കിൽ അപ്പോൾ നിസ്കാരം ബാത്തിലാവുകയും ചെയ്തു. നിസ്കാരം അല്ലാത്തപ്പോൾ തന്നെ സ്വന്തം ഔറത്തിലേക്ക് നോക്കൽ കറാഹത്താണ്. നിസ്കാരത്തിലാണ് ഔറത്ത് കാണുന്നതെങ്കിലോ നിസ്കാരം ബാത്തിലാവുകയും ചെയ്തു. കാരണം ഔറത്ത് മറക്കൽ നിർബന്ധമാണല്ലോ. അവൻ കാണുന്ന ഒരവസ്ഥ ഉണ്ടായാൽ പിന്നെ ഔറത്ത് വെളിവായി. ഔറത്തു ദക്കരി, അപ്പൊ ഔറത്ത് എന്ന് പറയുമ്പോൾ പുരുഷന്റെ ഔറത്ത് ഏതാണ് നമുക്കൊക്കെ അറിയാം. എങ്കിലും ഔറത്തു ദക്കരി, പുരുഷന്റെ ഔറത്ത് ഫി സ്വലാത്തി വഖാരിജഹാ മാ ബൈന സുർറതി വറുക്ബതി, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഔറത്ത്. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ ഔറത്ത്. പുരുഷൻ അത്രേ ഔറത്തുള്ളൂ. ഇന്ന് പുരുഷൻ എല്ലാം മറച്ചു നടക്കുകയും സ്ത്രീകൾ എല്ലാം വെളിവാക്കി നടക്കുകയും ചെയ്യുന്ന ഒരു പുതിയ യുഗത്തിലേക്കാണ് കാലം പോകുന്നത്. പുരുഷൻ ഫുള്ളായിട്ട് അടിമറച്ചിട്ടുണ്ട്, ഉൾക്കൈ വരെ ഇട്ടിട്ടുണ്ട്, തലമറച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മറക്കേണ്ട സ്ത്രീകളോ, തലമറക്കൽ സുന്നത്താണ്, നിർബന്ധത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. പുതിയ തലമുറയിൽ ഇതെല്ലാം ഓപ്പണാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഔറത്ത്, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും. പല ആളുകളും പാൻറിട്ട് ധരിക്കുന്ന സമയത്ത് അവരുടെ ഔറത്ത് മറയുന്നില്ല, പൊക്കളിന്റെ താഴെയാണ് പാൻറ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം അതിനു വേണ്ടി ശ്രദ്ധയോടുകൂടെ അടുപ്പിച്ചുണ്ടാക്കണം. നമുക്ക് കയറ്റിയാലും മേലോട്ട് കയറ്റിയാലും അതിൻ്റെ വലിപ്പം കറക്റ്റ് ആവുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ പ്രത്യേകമായി പറഞ്ഞുണ്ടാക്കേണ്ടി വേണം. സാധാരണഗതിയിൽ നാം വാങ്ങുന്ന പാൻറ്റുകളെല്ലാം പൊക്കിളിൻ്റെ മുകളിലേക്ക് ഉയരുകയില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അവർ ഷർട്ട് കൊണ്ട് മറക്കും. എന്നാൽ അതും പൂർണ്ണമാകാത്ത അവസ്ഥയാണ്. കാരണം റുക്കുയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അവർക്ക്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിസ്കാരം ബാത്തിലായി പോകും. പാൻറ് കൊണ്ട് തന്നെ മറക്കണം എന്നൊന്നുമില്ല. നമ്മളൊരു ബനിയൻ, ടൈറ്റായിട്ടുള്ളൊരു ബനിയൻ ഇട്ടുകയാണ്, അത് ഇന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ബനിയന് ടൈറ്റായി ശരീരം ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്, അത് മതി. അപ്പൊ പാൻറ് കൊണ്ട് മറഞ്ഞോളണമെന്നില്ല. അല്ലെങ്കിൽ ഷർട്ട് ഇട്ടിട്ടുണ്ട്, ബട്ടൺസ് ഇട്ടുണ്ട് ഇവിടെ ടൈറ്റായിട്ട്, എന്നാ പിന്നെ ഇനി ഈ ഷർട്ട് കൊണ്ട് മറഞ്ഞാലും മതി, കുഴപ്പമില്ല. പാൻറ് അടിയിലാണുള്ളത്, ഷർട്ട് റുക്കോയിലൊക്കെ അല്ലെങ്കിൽ സുജൂദിലൊക്കെ ഓപ്പൺ ആവുകയും ചെയ്യും. എങ്കിൽ അതുകൊണ്ട് മതിയാവുകയില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ പാൻറ് മാത്രം ധരിച്ച് പരിചയമുള്ള ആളുകൾ ഇഹ്റാമിന് വേണ്ടി വസ്ത്രം ധരിച്ച് പൊക്കിളൊക്കെ മറച്ചിട്ടുണ്ടാവും. തുടക്കത്തിൽ 1 or 2 ചുറ്റ് കഴിയുമ്പോൾ ഈ തുണി ഇങ്ങനെ ഇറങ്ങി പൊക്കിളിൻ്റെ താഴേക്ക് വന്നിട്ടുണ്ടാവും. ഔറത്ത് മറക്കുക എന്നത് തവാഫിലും നിർബന്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഔറത്ത്. ഫിൽ ഖൽവതി സൗവത്താനി, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആളില്ലാത്ത സ്ഥലമാണെങ്കിൽ അവന്റെ മുന്നും പിന്നും മാത്രം മറച്ചാലും മതി. പുരുഷനപ്പോൾ 2 ഔറത്തുണ്ട്. ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു ജട്ടിയിട്ടാലും മതി. നിസ്കാരമാണെങ്കിലും അല്ലെങ്കിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പൊതുവായി പറയുമ്പോൾ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലാണ് ഔറത്ത്.
അന്യപുരുഷന്മാരെ മുമ്പിൽ സ്ത്രീകളുടെ ഔറത്ത് ശരീരം മുഴുവനും ഔറത്താണ്. അൽ മർഅത്തു കുല്ലുഹാ ഔറ. അന്യപുരുഷന്റെ മുമ്പിൽ സ്ത്രീകളുടെ ശരീരം മുഴുവനും ഔറത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മുടിയൊക്കെ ഇങ്ങനെ കാണിച്ച് മുഖം കാണിച്ച് നടക്കുന്ന സ്ത്രീകളെ നമ്മൾ പരമാവധി നോട്ടം ഒഴിവാക്കുകയാണ് വേണ്ടത്. അത്യാവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ നോക്കേണ്ടി വരും. കച്ചവടം ചെയ്യുന്ന ഒരാൾ സാധനം വാങ്ങാൻ വരുന്ന ഒരു സ്ത്രീ ആരാണെന്ന് നോക്കൽ ആവശ്യമാണ്. അല്ലെങ്കിൽ സാക്ഷി നിൽക്കുന്ന ഘട്ടത്തിൽ ഇതാരാണ് സാക്ഷി? ചികിത്സയ്ക്ക് വരുന്ന ഒരു ഡോക്ടർക്ക് നോക്കാതെ ചികിത്സിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അത്യാവശ്യമായ ഘട്ടങ്ങളിലെല്ലാം നോക്കാം. അല്ലാത്ത ഘട്ടങ്ങളിൽ സ്ത്രീകളുടെ മുഖത്തായാലും തലയിലായാലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലായാലും നോക്കൽ ഹറാമാണ്. പരമാവധി നമ്മളതെല്ലാം ശ്രദ്ധിക്കണം. അതാ പറയുന്നത് വഅറത്തുൽ അമത്തി ഫീഹാ മാ ബൈന സുർറത്തി വറുക്ബ. അടിമപ്പെണ്ണാണെങ്കിൽ പുരുഷന്മാരെ പോലെ അവർ മറക്കേണ്ടതുള്ളൂ. മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലം മറച്ചാൽ മതി. അടിമപ്പെണ്ണിന് അടിമ സമ്പ്രദായമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യവും ഇല്ല. പഴയ കാലത്ത് കന്നുകാലികളെപ്പോലെ മനുഷ്യരെ കെട്ടിയിട്ട് ജോലിയെടുപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കന്നുകാലികളെ പൈസയ്ക്ക് വിൽപ്പന നടത്തിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അടിമകളെ ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മനുഷ്യനെ അടിമകളാക്കി ചിത്രീകരിക്കുന്ന ഈ സമ്പ്രദായത്തെ പൂർണ്ണമായും തുടച്ചു നീക്കിയത് പരിശുദ്ധമായ ഇസ്ലാമാണ്. എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റിന്റെ പ്രായശ്ചിത്യമായി അടിമയെ മോചിപ്പിക്കുക എന്നിങ്ങനെ ഇസ്ലാം നിശ്ചയിച്ചു. അങ്ങനെ ഓരോരോ കാര്യങ്ങളുടെ പേരിൽ അടിമകളെ മോചിപ്പിച്ച് അവസാനം ഒരു അടിമയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ ലോകം മാറിക്കഴിഞ്ഞു. അതാണ് പരിശുദ്ധമായ ഇസ്ലാം വന്നതിന് ശേഷമുണ്ടായ ഗുണം. മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ അടിമവേല ചെയ്യുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതൊരു വല്ലാത്ത അവസ്ഥയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലേക്ക് വന്നപ്പോ മഹാനവരുകളുടെ കൂടെ തൻ്റെ പിതാവും അതുപോലെ ജ്യേഷ്ഠ സഹോദരങ്ങളെല്ലാം ഈജിപ്തിലേക്ക് വന്നു. കാരണം മഹാനവരുകൾ അവിടെ ഒരു മന്ത്രിയായി അവരോധിക്കപ്പെട്ടു. ആദ്യം കിണറ്റിലെറിയപ്പെട്ട ഒരു ബാലനായി ഉക്കാല ചന്തയിൽ വിൽപ്പന നടത്തിയാണ് മിസ്രിലേക്ക് വന്നതെങ്കിലും കാലക്രമേണ അത്ഭുതകരമായ ഈ ബാലന്റെ മാറ്റം കണ്ട് വലീദ് ബിൻ റയ്യാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി അവരോധിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ നിരന്തരമായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പര അവിടെ ജീവിച്ചു. 6 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായി എന്നാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലം വന്നപ്പോഴേക്ക് 6 ലക്ഷം ആളുകൾ ഉണ്ടായി. യഥാർത്ഥത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്, ഇസ്രായേല്യർ. പിന്നീട് അവിടുത്തെ ജന്മികൾക്ക് ഭരണം കിട്ടി, മിസ്രികൾക്ക് ഭരണം കിട്ടി. റംസീസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിറഔനിന് ഭരണം കിട്ടിയപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അവകാശികളെ, കുടുംബക്കാരെ മൊത്തം അവരെ അടിമകളാക്കി ചിത്രീകരിച്ചു. അങ്ങനെ അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചാണ് ലോകത്തെ സപ്താത്ഭുതങ്ങളിൽ ഒരത്ഭുതമായ പിരമിഡ് ഉണ്ടാക്കിയത്. ഈജിപ്തിലെ പിരമിഡ് നമ്മളൊന്ന് കാണേണ്ടതാണ്. മനുഷ്യന്മാർ നിർമ്മിച്ചതാണത്. ആരാ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വംശപരമ്പരയിൽപ്പെട്ട, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വംശപരമ്പരയിൽപ്പെട്ട മുസ്ലിങ്ങൾ നിർമ്മിച്ച് അവരെ കൊണ്ട് അടിമകളാക്കി ജോലി ചെയ്യിപ്പിച്ചുണ്ടാക്കിയതാണ് ആ പിരമിഡുകളെല്ലാം. ലോകത്തെ വലിയ അത്ഭുതമാണ്. എത്രയാണ് അതിൻ്റെ ഉയരം, അതിന് വെച്ച ഓരോ കല്ലുകളുടെ വലുപ്പം. ഒരു 10-15 ആളുകൾ കൂടിയാൽ നീക്കാൻ കഴിയാത്ത കല്ലുകൾ. ആ കല്ലുകൾ മാത്രം ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് മരണപ്പെട്ടു പോയ രാജാക്കന്മാരുടെ ഓർമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പിരമിഡുകൾ. ഇതെല്ലാം അടിമവേല ചെയ്യിപ്പിച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്.
പരിശുദ്ധമായ ഇസ്ലാം വന്നപ്പോൾ ജനങ്ങളെ അടിമകളാക്കുക എന്ന ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിൻ്റെയൊക്കെ പ്രായശ്ചിത്യമായി അടിമയെ മോചിപ്പിക്കുക. ഉദാഹരണത്തിന് ഒരു ആള് നോമ്പുകാരനായി സ്വന്തം ഭാര്യയെ സംസർഗം നടത്തി എങ്കിൽ അതിൻ്റെ ശിക്ഷ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അടിമമോചനത്തെ ഒരു നിയമമാക്കി ഇസ്ലാം കൊണ്ടുവന്ന് ഇന്ന് ലോകത്തെവിടെയും അടിമാ സമ്പ്രദായമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്ലാം എത്തിക്കുകയുണ്ടായി. ഏതായിരുന്നാലും അടിമകൾക്ക് പുരുഷന്മാരുടെ അവറത്തെ ഉള്ളൂ, അടിമ പെണ്ണുങ്ങൾക്ക് പോലും അഥവാ മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലം. എന്നാൽ വൽ ഹുർറത്തി സ്വതന്ത്രയായ പെണ്ണിന്റെ അവറത്ത് മാഅദൽ വജ്ഹി വൽ കഫൈനി മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗമാണ് നിസ്കാരത്തിൽ. നിസ്കരിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ അവറത്ത് ഈ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള എല്ലാ ഭാഗങ്ങളും അവറത്താണ്. അപ്പൊ കാലിന്റെ അടിഭാഗവും മറക്കണം. അതിനാണ് നിസ്കാര കുപ്പായം കുറച്ച് ലൂസാക്കിയിടുന്നത് അടിയിലോട്ട്. അവർ സുജൂദിലേക്ക് പോകുമ്പോഴും അതിന്റെ അടിഭാഗം മറഞ്ഞിരിക്കണം. ചില സഹോദരിമാര് ഇപ്പൊ പുതിയ നിസ്കാര കുപ്പായം ധരിക്കുമ്പോൾ ചില അബദ്ധങ്ങൾ പിണയുന്നുണ്ട്. അഥവാ ഈ കയ്യിൻ്റെ ഭാഗം സ്ത്രീകളുടേത് പലപ്പോഴും പറയുകയില്ല. അതുകൊണ്ട് അത് തൂക്കിയിടുമ്പോൾ ഇത് കറക്റ്റാണ്, പക്ഷെ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ എത്തി. അപ്പൊ ഇത്രയും ഭാഗം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കാണും. അതിന് നമുക്ക് ഇവിടെ ടൈറ്റുള്ള നിസ്കാര കുപ്പായം വേണം. അല്ലെങ്കിൽ പഴയ കാലത്ത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇവിടെ ഒരു ചരട് ഉണ്ടായിരുന്നു. ആ ചരട് ഇങ്ങനെ ഇതിലിങ്ങനെ കൊളത്തിയിടും. അപ്പൊ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായി ഒരു മാറ്റവും വരികയില്ല. ഇങ്ങനെ ശരീരത്തിന്റെ മുഖവും മുൻകൈയുമല്ലാത്ത എല്ലാ ഭാഗങ്ങളും സ്ത്രീകൾ മറക്കൽ നിർബന്ധമാണ്. ഐന്ദൽ മുഹാരിമി വൽ ഖൽവതി മാ ബൈന സുറത്തി വറുക്ബാ. അന്യപുരുഷന്മാരുടെ മുമ്പിലെത്തുമ്പോൾ സ്ത്രീകളുടെ ശരീരം മുഴുവനും അവറത്താണ്, മുഖവും അവറത്താണ്, അതുപോലെ മുടിയും അവറത്താണ്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അവറത്താണ്. എന്നാൽ കുടുംബക്കാരായ ആളുകളുടെ അരികിലെത്തുമ്പോൾ മാ ബൈന സുറത്തി വറുക്ബത്തി മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. വഇൻദൽ കാഫിറാത്തി മാ ലാ യബ്ദു ഇൻദൽ മിഹ്ന. അവിശ്വാസികളായ സ്ത്രീകളുടെ അരികിൽ മുസ്ലിം സ്ത്രീകളുടെ അവറത്ത് എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അവൾ മറക്കുന്ന ഭാഗങ്ങൾ, അതെല്ലാം അവറത്താണ്. ജോലി ചെയ്യുമ്പോൾ അല്പം കൈയൊക്കെ ഒന്ന് കയറ്റി, അതുപോലെ തന്നെ മുടിയിൽ തലയിൽ തട്ടമുണ്ടാവും, പക്ഷെ അതൊക്കെ ഒന്ന് ചുറ്റി കെട്ടി ചില ഭാഗങ്ങളൊക്കെ പ്രകടമാകും. ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന അത്രയും ഭാഗമാണ് അവിശ്വാസികളായ സ്ത്രീകളുടെ മുമ്പിൽ മുസ്ലിം സ്ത്രീകളുടെ ഔറത്ത്. ഫയജിബു സത്റു കുല്ലി ഔറത്തഹു ബിമാ ലാ യസിഫു ലൗനൽ ബശറത്തി മിനൽ അനാ വൽ ജവാനിബി. ഔറത്ത് മറക്കുമ്പോൾ തൊലിയുടെ നിറം കാണാത്ത വിധത്തിലുള്ള വസ്ത്രം കൊണ്ട് മറക്കൽ നിർബന്ധമാണ്. മേൽഭാഗവും ചുറ്റുഭാഗവും മറക്കണം, അടിഭാഗം മറക്കൽ നിർബന്ധമല്ല. വമാ യഹ്കി ലിഅജ്മിൽ അലായി കസ്സറാബിൽ ത്വയ്യിബ് അല്ലയകതി ഖിലാഫുൽ ഔലാ ലിർറജുലി. പുരുഷന്മാർ ടൈറ്റായിട്ടുള്ള വസ്ത്രം ധരിക്കൽ കറാഹത്ത്, അതാ നല്ലതിനെതിരാണ്. ടൈറ്റായിട്ടുള്ള പാൻറ് പുരുഷന്മാർ ധരിക്കുക. ശരീരത്തിന്റെ വണ്ണം ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ പുരുഷന്മാർ ധരിക്കൽ നല്ലതിനെതിരാണ്. കറാഹത്തുൽ ഗൈരി, സ്ത്രീകളാകുമ്പോൾ അവർക്ക് കറാഹത്തുമാണെന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു. ടൈറ്റായിട്ടുള്ള വസ്ത്രം സ്ത്രീകൾ ധരിക്കാതിരിക്കലാണ് നല്ലത്. ധരിക്കൽ കറാഹത്താണ്. അത് പല ഫിത്നയും ഉണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പുരുഷൻ നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മറക്കുക. സ്ത്രീ ആകുമ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കുക. അന്യപുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീകളുടെ ഔറത്ത്, ശരീരം മുഴുവനും ഔറത്താണ്. അതേസമയം അവിശ്വാസികളായ സ്ത്രീകളുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന സമയത്ത് മറക്കുന്ന ഭാഗങ്ങളെല്ലാം ഔറത്താണ്. നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ
നമ്മുടെ ഔറത്തുകൾ ശ്രദ്ധിക്കുകയും വേറെ ഒരാൾക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ നാം സൂക്ഷിക്കുകയും വേണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ തഖ്വയെ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ റിസ്ഖിലും ഞങ്ങളുടെ ആയുസ്സിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.